നാം നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിനെ നമുക്ക് കണ്ടുമുട്ടേണ്ടി വരും. അപ്പോൾ അള്ളാഹു നമ്മളോടുള്ള സമീപനം എങ്ങനെയെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധമായ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല മഹ്ശറയിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നതിനെ കുറിച്ച് വിവരിക്കുന്നത് കാണാം. കാന മിഖ്ദാറുഹു 50,000 സന. നാളെ മഹ്ശറയിൽ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹു നിർത്തപ്പെടുന്ന സമയമെന്ന് പറയുന്നത് 50,000 സന, 50,000 വർഷമാണ്. ഭൗതികമായ ലോകത്ത് വെറും 50 വർഷം പോലും ജീവിക്കാൻ തികയാതിരുന്ന നമുക്ക്, അള്ളാഹുവിന്റെ മുന്നിൽ 50 വർഷം പോലും തികയാതിരുന്ന നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് 50,000 വർഷമാണെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരുപക്ഷെ നാം മോഷണം നടത്തിയിട്ടില്ലാകാം, പക്ഷേ നമുക്ക് കളവ് പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നാം വ്യഭിചരിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ കണ്ണുകളും നമ്മുടെ മനസ്സുകളും വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? നാം പലിശ വാങ്ങിയിട്ടില്ലായിരിക്കാം, പക്ഷെ നാം പലിശ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നാം ഒരുപക്ഷെ ആരെയും കൊന്നിട്ടില്ലായിരിക്കാം, പക്ഷെ മറ്റുള്ളവന്റെ അഭിമാനം പിച്ചിച്ചീന്തി അവനെ സമൂഹത്തിന്റെ മുന്നിൽ ഇളിഭ്യരാക്കിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നാം ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം നമ്മൾ നിന്നുകൊണ്ട് അതിക്രമിച്ചിരിക്കുകയാണ്. ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ മാത്രമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയൂ. എങ്കിൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയൂ, നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയൂ, നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ത്യാഗങ്ങളും നമ്മുടെ പരിശ്രമങ്ങളും എല്ലാം അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നമുക്ക് മാറ്റാൻ കഴിയണമെങ്കിൽ ഈ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം. എന്നാൽ നാം ഒന്ന് ചിന്തിക്ക്, ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നാം സ്വാർത്ഥ താല്പര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് തന്റേതായ ലോകത്ത് തന്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരവസ്ഥ. വിശുദ്ധമായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാനായ അഫ്ലഹ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുകൊണ്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഖാഫു അലാ ഉമ്മത്തി മിൻ ബഅദി സലാസ ളലാലത്തൽ അഹ്വാ വത്തിബാഅ ശഹവാത്ത് വൽ ഗഫലത ബഅദൽ മഅരിഫ. അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന യാഥാർത്ഥ്യമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നു, അഖാഫു അലാ ഉമ്മത്തി മിൻ ബഅദി സലാസ. എന്റെ ഉമ്മത്ത്, എനിക്ക് ശേഷം ഞാൻ ഭയപ്പെടുന്നത് എന്റെ ഉമ്മത്ത് 3 കാര്യങ്ങളിൽ അകപ്പെടുന്നത് ഓർത്തുകൊണ്ട് ഞാൻ വല്ലാതെ വേദനിക്കുകയാണ്, വിഷമിക്കുകയാണെന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ അതിൽ 3ാമത്തെ കാര്യം പറഞ്ഞതെന്താ? വൽ ഗഫലതു ബഅദൽ മഅരിഫ. യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട്, മരിക്കുമെന്നുള്ള കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട് മരണത്തെക്കുറിച്ച് ചിന്തയില്ല, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന കാര്യം ഓർത്തിട്ട് പിന്നീട് മഹ്ശറയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നരകമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് നരകത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സ്വർഗമുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് ആ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനുള്ള താല്പര്യമില്ല. വൽ ഗഫലത്തു ബഅദൽ മഅരിഫ. യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിന് ശേഷവും പഴയ ആഡംബരത്തിലും ആർഭാടത്തിലുമായിക്കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ആ ഒരവസ്ഥ എന്റെ ഉമ്മത്തിനുണ്ടാകുന്നത് ഞാൻ ഭയപ്പെടുന്നുവെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല അവതരിപ്പിച്ചു, ഫസയൽഖൗന ഗയ്യാ അവർ ഗയ്യെന്ന് പറയുന്നതിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ആയത്ത് അവതരിപ്പിച്ചപ്പോൾ മഹാനായ പ്രവാചകനോട് വന്നുകൊണ്ട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൽ ഗയ്യു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ ഗയ്യെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഹുവ വാദിൻ ഫീ ജഹന്നം, അത് നരകത്തിലുള്ള ഒരു ആഴ
ആഴം നിറഞ്ഞ താഴ്വരയാണ്, നരകത്തിലെ ആഴമുള്ള ഒരു പ്രദേശമാണ് ആ ഗയ്യെന്ന് പറയുന്ന സ്ഥലമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ നരകത്തിൽ അത്രമാത്രം ഭയാനകമായ നരകത്തിലേക്ക് വീഴുന്നതാരാണ് നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകര് പറയുകയാണ്, വയുഖ്ദഫു ഫീഹില്ലദീന യത്തബിഊന അശ്ശഹവാത്, വയുഖ്ദഫു ഫീഹി, ആ ഗയ്യെന്ന് പറയുന്ന നരകത്തിലേക്ക് എറിയപ്പെടുന്നത് അല്ലദീന, ഒരു വിഭാഗം ജനങ്ങളെയാണ്, യത്തബിഊന അശ്ശഹവാത്, തന്റെ ശാരീരിക ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട്, തന്റെ താല്പര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്, തന്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. തന്റെ ജോലിയുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്നു, തന്റെ സഹോദരന്റെ ബുദ്ധിമുട്ട് ചിന്തിക്കാത്തവൻ, തന്റെ കുടുംബം, തന്റെ മക്കളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവൻ. തനിക്ക് മാത്രമാണ് ലോകത്തിന്റെ വിജയം വേണ്ടത്, തന്റെ മക്കളാണ് വിദ്യാഭ്യാസത്തിൽ മുന്നേറേണ്ടത്, മറ്റുള്ളവന്റെ മക്കൾ തന്റെ മക്കളുടെ പിന്നിലാകണം, മറ്റുള്ളവരുടെ ബിസിനസ് തന്റെ ബിസിനസിനേക്കാൾ പിറകിലാകണം, മറ്റുള്ളവനേക്കാളും താൻ എപ്പോഴും മുന്നിലാകണമെന്ന സ്വാർത്ഥ താല്പര്യമുള്ളവരാണ് എന്ന് പറയുന്ന നരകത്തിൽ കണ്ടുമുട്ടേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ.